അതെ, ഏക്കറിന് ഒരു 11 ലക്ഷം രൂപ മുടക്കാണ്ട് നിങ്ങളെ കയ്യിൽ. ഒരു ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു കിഡിലൻ ഒരു പ്ലോട്ട്, ഏക്കറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 11 ലക്ഷം രൂപയ്ക്കുള്ള അടിപൊളി ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആട് ഫാം, പോത്തിന്റെ ഫാം, പശു ഫാം, അങ്ങനെയുള്ള പന്നി ഫാം ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ വീടല്ല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടൊക്കെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. മൊത്തം 4.5 ഏക്കർ സ്ഥലമാണ്. നല്ല ഒരുവിധ ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. പന്നി ഫാമിന് പറ്റും, അതുപോലെ തന്നെ ആട് ഫാമിന്, കോഴി ഫാമിന്, പോത്ത് ഫാമിന് എന്ന് വേണ്ട ഫാമിൻ്റെ അനുയോജ്യമായുള്ള നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അടുത്ത് വീടുകൾ കുറവാണ്. നമുക്ക് ടാറിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഒരു 200 ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അല്ലേ, 1/2 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. പഞ്ചായത്ത് റോഡാണ്, ഒരു 1/2 കിലോമീറ്റർ മൺ റോഡാണുള്ളത്. പഞ്ചായത്ത് റോഡാണ്, ടാറിങ് എല്ലാം പാസ്സായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് നിലവിലിപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും ഒരുവിധം എല്ലാ വണ്ടികളും നമ്മളെ പ്ലോട്ടിലോട്ട് എത്താനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. ചെറിയൊരു സ്ലോപ്പ്, അധികം ചെരിവോ കുന്നോ മലകളോ ഒന്നും അല്ല. നമുക്ക് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ലാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് കിണർ കുത്തി കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അതുപോലെ തന്നെ ബോർവെല്ലിൽ 365 ദിവസം വെള്ളമുണ്ട്. നമുക്ക് കൃഷി ആവശ്യത്തിന് ഈ ഒരു പ്ലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു പ്ലോട്ടിനകത്ത് എത്ര കവുങ്ങുള്ളത്? കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അതുപോലെ തന്നെ റബ്ബറുകളുണ്ട്. കവുങ്ങുകൾ ഏകദേശം ചെറിയ കവുങ്ങുകൾ ഒരു 250ഓളം ചെറിയ കവുങ്ങുണ്ട്. ഇപ്പൊ നട്ടിട്ടുള്ളൂ കവുങ്ങ്. കുറച്ച് വലിയ കവുങ്ങുകളും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഫുള്ള് ഇതേപോലെ ചെറിയ കവുങ്ങുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 250ഓളം കവുങ്ങുകളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. നിങ്ങൾക്ക് കൃഷി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ തെങ്ങുകളും ഉണ്ട് നമ്മളെ പ്ലോട്ടിനകത്ത്. തെങ്ങുകളൊക്കെ ഏകദേശം ഒരു 90ഓളം തെങ്ങുണ്ട്. ഒക്കെ നല്ല കായ്ക്കണ തെങ്ങുകൾ കേട്ടോ. പിന്നെ അതേമാതിരി റബ്ബർ ഏകദേശം ഒരു 180ഓളം റബ്ബർ മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. ടാപ്പിംഗ് ആകെ 1-2 വർഷം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. നല്ല അടിപൊളി 105 ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. വണ്ടികൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരുവിധ എല്ലാ സ്ഥലത്തോട്ട് നമുക്ക് വാഹനം എത്താനുള്ള സൗകര്യത്തിന് റോഡ് വെട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ നമുക്കൊരു വീട് വെച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ വീടും വെക്കട്ടെ, അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമുക്ക് എന്താ പറയാ, അത്യാവശ്യം ഒരു വീടൊക്കെ വെച്ച് താമസിക്കേണ്ട, ബാക്കി സ്ഥലത്ത് നമുക്ക് കൃഷി സ്ഥലമായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. അതായത് മെയിൻ ഈ ഒരു സ്ഥലത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാം, അതുപോലെ തന്നെ ഫാം ചെയ്യാം. ഇതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലോട്ടാണ്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ എന്താ പറയാ ഫുള്ള് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ നമുക്ക് കവുങ്ങ്, തെങ്ങ്, റബ്ബർ, റംബൂട്ടാൻ, അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളോ പച്ചക്കറി കൃഷികളോ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാനാണെങ്കിലും ഒക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. സ്ഥലം എവിടെയാന്ന് നമ്മൾ പറഞ്ഞില്ല. സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ മാത്രം അകലത്തിൽ ബിരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് കിനാനൂർ കരിന്തളം പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് കിനാനൂർ വില്ലേജിലും പെട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ബിരിക്കുളം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അടുത്തുള്ള ടൗൺ പറഞ്ഞാൽ ബിരിക്കുളമാണ്. പിന്നെ അടുത്ത് തന്നെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അമ്പലങ്ങളുണ്ട് അടുത്തെല്ലാം. പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അതിലെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പരപ്പ ടൗണെത്തും. പരപ്പ ടൗണിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അത്യാവശ്യം വലിയ സ്കൂളാണ്. നിങ്ങളെ മക്കൾ ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കാനൊക്കെ വിടുകയും ചെയ്യാം അല്ലേ. അതല്ലെങ്കിൽ അടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ നമുക്ക് വേറെ സ്കൂളുകളും നമ്മളെ പ്ലോട്ടിൻ്റെ അടുത്തുണ്ട്. ബിരിക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഹൈസ്കൂൾ, LP UP സ്കൂളെല്ലാം ബിരിക്കുളത്ത് എത്തിക്കഴിഞ്ഞാലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബസ് സൗകര്യം ഉണ്ട്. നമുക്ക് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടുണ്ട്. കാഞ്ഞങ്ങാടിന് ബസ്സുണ്ട്. അതുപോലെ തന്നെ നീലേശ്വരത്തിന് അങ്ങനെ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബസ് റൂട്ടിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വണ്ടികൾ നമ്മളെ പ്ലോട്ടിനകത്തോട്ട് വാഹനങ്ങളൊക്കെ എല്ലാ വാഹനങ്ങളും വേണമെങ്കിലും ഇപ്പോൾ നിലവിൽ നമുക്ക് പ്ലോട്ടിന്റെ സെന്റർ വരെ നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താൻ സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വേറെ ദൂരത്തുനിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ട്രെയിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നീലേശ്വരമാണ്. നീലേശ്വരത്ത് നിന്ന് ജസ്റ്റ് 22 കിലോമീറ്റർ ബസ്സിന് വരാം. അതല്ലെങ്കിൽ വാഹനങ്ങൾ ടാക്സി വിളിച്ചിട്ട് അങ്ങനെ കാഞ്ഞങ്ങാട് നിന്ന് വേണമെങ്കിൽ കാഞ്ഞങ്ങാട് നിന്ന് വരാം. കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു
കാഞ്ഞങ്ങാട് 28 കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ളത് കേട്ടോ, ഈ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കുറച്ച് കാട്ടുമരങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ, തേക്ക് അങ്ങനത്തെ അങ്ങനെ കുറേ കാട്ടുമരങ്ങൾ നമ്മളെ പ്ലോട്ടിനകത്ത് വേറെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഏക്കറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 11 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. മൊത്തം 4 ഏക്കർ പ്ലോട്ടാണ്, മൊത്തം 4.5 ഏക്കർ സ്ഥലമാണുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഇതേപോലെ പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.